ഹലോ, അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ മാറ്റി ഒരുങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടി പിന്നെ കസിൻസ് എല്ലാവരും പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും പാടെയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ പെരുന്നാളായ ആകെ വേണ്ടത് വീഡിയോസും ഫോട്ടോസും ഒക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഓരോ മൂത്താപ്പാരെ വീട്ടിലൊക്കെ പോയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളെ വീട്ടിൽ പോയിട്ട് പിന്നെ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ മൂത്താപ്പാരെ വീട്ടിൽ കൂടെ നടക്കലാണ് കേട്ടോ. അവൾക്ക് പിന്നെ എല്ലാ പെരുന്നാൾക്കും ഒരു അങ്ങനെ ഫസ്റ്റ് പോയ മൂത്താപ്പാൻ്റെ കൂടെ ഇഷമോളി ഇരുന്നിട്ട് ഹെയ്തി കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഓള് ഹെയ്തി ഫാനാണ്. പെരുന്നാളൊക്കെ ആയിട്ടും ഈ ഹെയ്തി കണ്ടിരിക്കാനുള്ള ഓളാ ഒരു മനസ്സുണ്ടല്ലോ, അത് ആരും കാണാതെ. പിന്നെ ഇന്നെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ പേടിയായതുകൊണ്ട് തന്നെ എല്ലാവരും ഉള്ളിൽ കയറി ഒളിച്ചിരിക്കണായിരുന്നു. പ്രത്യേകിച്ച് ഈ ചെറുതിനെ കാണുമ്പോൾ നമ്മളെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ. ഇന്നാണെങ്കിൽ എൻ്റെ അമ്മ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് തേങ്ങാച്ചോറും ബീഫും ചിക്കൻ ഫ്രൈയും ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ ഇപ്പൊക്കെ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഉമ്മ ഉണ്ടാക്കിയാണ്. പിന്നെ ആ സൈഡിലിരിക്കുന്ന ബിരിയാണി മൂത്താപ്പാൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച്. നീയൊക്കെയാണെങ്കിൽ ഈ തേങ്ങാച്ചോറും കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഓൾ ആ ബിരിയാണിയും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ എന്ത് കിട്ടിയാലും തിന്നുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഒരു പെരുന്നാളിനെ പറ്റി പറയാനാണെങ്കിൽ ഹോസ്റ്റലിൽ തന്നെ അതിൻ്റെ തലേ ദിവസമാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു സുഖമില്ലാത്തൊരു പെരുന്നാളാണ് കേട്ടോ. എനിക്കെന്താ അറിയില്ല, അപ്പോൾ എല്ലാ പെരുന്നാൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു അസുഖമായിട്ട് അങ്ങനെ ഉണ്ടാവും ഗൈസ്. അപ്പോൾ നമ്മളെ സെലിബ്രിറ്റി ഹാന ഫ്രം ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട്, ഫുൾ ബാംഗ്ലൂരിൽ നിന്ന് കത്തിച്ചാത്ര ഡ്രസ്സ് കോസ്റ്റ്യൂം ഫുള്ള് ബാംഗ്ലൂരാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഗൈസ്, ഞങ്ങൾ അറേബ്യൻ മജ്ലിസിൻ്റെ അവിടേക്ക് വ്ളോഗല്ല, നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് എന്താണ് ഇഷ്ടമായില്ല. കാരണം എന്താ, ഞങ്ങളുടെ മുഖമല്ലേ. നമുക്ക് ഇവിടുന്ന് പതുക്കെ മൂവ് ചെയ്യാം അല്ലേ. ഓളാണെങ്കിൽ വന്നപ്പോൾ പുതിയ വണ്ടി കറക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ആ വണ്ടിയുടെയും ഒരു ഷോ ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകം പറയാൻ പറഞ്ഞിരുന്നു, ഈ പച്ച വണ്ടിയാണ് ഓളൊരു പച്ച വണ്ടിൻ്റെ ഒരു മോഡല്. എല്ലാവരും പഠിക്കുക, എനിക്ക് തരേണ്ട ഉപദേശം നല്ലോണം പഠിക്കുക, മാർക്ക് വാങ്ങുക, പൈസ ഉണ്ടാക്കുക, ലോകം ചുറ്റുക. ഈ ഒരു ഉപദേശം ആട്ടോ പെരുന്നാളായിട്ട് ഓളടുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലുണ്ടായിരുന്ന പൂച്ചനെ വരെ ഇപ്പപ്പ നമ്മളെ കൊല്ലാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പപ്പാക്ക് പെട്ടെന്ന് തന്നെ പോണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വേഗം മാറ്റി സെറ്റായിട്ട് വീണ്ടും എല്ലാ പ്രാവശ്യം ഇപ്പപ്പാന്റെ കൂടെ കുറെ ആൾക്കാരുണ്ടാവും കൊണ്ടാൻ, അല്ലെങ്കിൽ മാമന്മാരാണ് കൊണ്ടാൻ വരിക. ഇപ്രാവശ്യം ഓലൊക്കെ ഉമ്മമാന്റെ വീട്ടിലാണ് പെരുന്നാൾ കൂടിയത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇപ്പപ്പാർക്കുമുള്ള പോലെ തന്നെ ഇന്റെ ഇപ്പപ്പാക്കും കുറച്ച് ധൃതി കൂടുതലാണ് കേട്ടോ. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ ഇപ്പപ്പാക്കാണെങ്കിൽ നാളെ അറിവുള്ളതുകൊണ്ട് തന്നെ യാതൊരു സമാധാനം ഉണ്ടായിരുന്നു. ഈ പെരുന്നാൾക്ക് വെയ്യാന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ കണ്ണണ്ട മനസ്സിലാവും കേട്ടോ. കാരണം എനിക്ക് ഒരു ഉഷാറുണ്ടായിരുന്നില്ല. രാവിലെ നീച്ച തന്നെ ഒരു സുഖമില്ലാതെ നീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെരുന്നാളായിട്ട് വലിയൊരു ഹാപ്പിയും കാര്യങ്ങളൊന്നും ഇല്ല. എന്നത്തെയും പോലെ തന്നെ ഫുഡ് കഴിക്കുക, അമ്മാൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ കസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതൊരു രസമാണ്. അല്ലാതെ ഇവിടെ നിന്നാൽ പ്രത്യേകിച്ച് രസങ്ങളും കാര്യങ്ങളാണെങ്കിൽ എനിക്ക് കാര്യമായിട്ടൊന്നും ഒരുങ്ങാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരുങ്ങലാണ് ഞാൻ. പിന്നെ നമ്മൾ നേരെ ഇമ്മമാൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇമ്മാൻ്റെ വീടല്ല കേട്ടോ, ഇമ്മമാൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത്. ഇമ്മാൻ്റെ വീട്ടിൽ തുറക്കെ ഇമ്മമാൻ്റെ വീട്ടിലാണ് കേട്ടോ പെരുന്നാൾ കൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് വന്ന് നേരെ അങ്ങോട്ടാണ് പ്രാവശ്യം. പിന്നെ അവിടെ ആക്കാനുള്ള കാരണം അവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇമ്മാൻ്റെ അമ്മാവന്മാരൊക്കെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ അങ്ങനെ പിന്നെ എല്ലാവരും അവിടെ വർത്താനങ്ങളും ചിരികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതാണെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ മൂത്ത അമ്മാവനാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇമ്മാൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് വീഡിയോസ് എടുത്തതിന് ശേഷം നമ്മൾ ഇത്താൻ്റെ കുട്ടികളായിട്ട് ഞാനും സെറമോളും മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത്. അല്ല, ഞാനും ഒരു കുട്ടിയൊക്കെ ആണല്ലോ. പിന്നെ ഉമ്മാൻ്റെ സിസ്റ്റേഴ്സും പിന്നെ ആൻറ്റിയും അങ്ങനെയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സെറമോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് നല്ല ക്ഷീണം. അങ്ങനെ അവിടുത്തെ കഥ പറച്ചിലിന് ശേഷം അവിടെ അങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നപ്പോൾ അവിടെ ഇന്ന് രാത്രി പെരുന്നാൾ സൽക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കി. ഞങ്ങൾ അളിയന്മാരൊക്കെ ഇന്നാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ബായ്.